ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈറലായിട്ടുള്ള ഒരു അറബിക് സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്, സലാങ്കട്ടെ. ഇപ്പം ഇത് സാൻ ലബാൻ, ബി ലബാൻ എന്നെല്ലാം പറഞ്ഞിട്ട് ദുബായിലൊക്കെ ഒരുപാട് ഔട്ട്ലെറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ടൈപ്പിലുള്ള സ്വീറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സലാക്കട്ടെ, കൊഷരി, അങ്ങനെ പല വെറൈറ്റി പേരിൽ പലമാതിരി ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇത് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. നല്ല സ്വീറ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്റ്റെപ്പ് ബൈ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് 2 മുട്ടയുടെ വെള്ള, ചുവപ്പ്, അങ്ങനെ രണ്ടും വേറെ വേറെ ആക്കാം. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ള വേറെയാക്കിയിട്ടുണ്ട്, അതുപോലെ മഞ്ഞയും വേറെയാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. ഇതിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയുടെ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. മുട്ട പതപ്പിച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിങ്ങനെ താഴേക്ക് വരാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. മുട്ട പതപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം, ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് എസൻസ് ചേർക്കാം. പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്പോഞ്ച് കേക്കിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ അകത്ത് മുട്ടയുടെ വെള്ള ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അധികം ഇളക്കാൻ പാടില്ല, മെല്ലെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ഇതങ്ങ് ഒഴിക്കും. ഇനി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കാം. 150 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക്. ഇതിൻ്റെ മേലത്തെ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി സെറ്റ് ചെയ്യാം. പിസ്ത ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടി പിസ്താഷ്യോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം, കുറച്ച് പാല് ചേർക്കാം, ചെറിയൊരു പീസ് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ല പിസ്ത സോസ് ആയിട്ടുണ്ട്. ഇതിനൊരു ബോട്ടിൽ എടുത്ത് നോക്കാം. എന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്യുക. ഒരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. കുനാഫ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതിനി റോസ്റ്റ് ചെയ്തെടുക്കാം. കുനാഫ ഡോ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അധികം കരിഞ്ഞു പോകാൻ പാടില്ല, കുറച്ചൊന്ന് ക്രിസ്പി ആയിരിക്കണം. അത് അധികം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് കൂടുതൽ കരിയണ്ട, എന്നാലും ഫ്രൈ ആവും വേണം. ഇതിനി മാറ്റി വെക്കാം. വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഇതിൽ കുറച്ച് വെനില എസൻസ് ചേർക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. കുനാഫയിലേക്ക് പിസ്തയുടെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിക്കാം. ഇത് കേക്കിൻ്റെ മേലെ ഒഴിക്കാനായിട്ടാണ്. കുറച്ച് ക്രീം ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കേക്ക് മുറിച്ചെടുത്ത് ഒരു റൗണ്ട് ആദ്യം തന്നെ ടിന്നിലേക്ക് വെക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് ക്രീം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ലെയർ കേക്കായി അതിൻ്റെ മേലെ പാൽ ഒഴിച്ച് വെച്ച് ഇതിൻ്റെ മേലെ കുനാഫ ഇടാം.
കുനാഫയുടെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒഴിക്കാം. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും കുനാഫ ഇടാം. ഇത് സെറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്, പക്ഷേ ഓരോന്നായിട്ട് ഉണ്ടാക്കി വെക്കാനാണ് ബുദ്ധിമുട്ട്. ഭയങ്കര ട്രെൻഡല്ലേ ഈ അറബിക് സ്വീറ്റ്. ദുബായിലാണെങ്കിലും നാട്ടിലെല്ലാം കുറേ ഔട്ട്ലെറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വെറൈറ്റി പേരുകളൊക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ പിസ്ത ക്രീം ഒഴിക്കാം, പിസ്താഷ്യോ ക്രീം ഒഴിക്കാം. നട്ട്സ് വെച്ച് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. സലാക്കട്ട റെഡിയായി. ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മളെ വീട്ടിലും ഉണ്ടാക്കാൻ കഴിയും എളുപ്പത്തിൽ. കുറച്ച് ബുദ്ധിമുട്ടണമെന്നേ ഉള്ളൂ, പക്ഷേ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന തരത്തിലുള്ള നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ. നന്നായിട്ട് ഇതിന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരം വെക്കാം. സലാങ്കട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ക്രീമും കുനാഫയും നല്ല ഇതായിട്ടില്ല, നല്ല അടിപൊളി സലാങ്കട്ടി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.